അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയപഥത്തിലെത്തിക്കാൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ടീം വർക്കിന് കഴിഞ്ഞതായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ അഭിപ്രായപ്പെട്ടു. ശസ്ത്രക്രിയ വിജയത്തെ തുടർന്ന് നടത്തിയ അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വണ്ടാനം മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിസങ്കീർണ ഹൃദയ ശസ്ത്രക്രിയ വിജയത്തിലെത്തിക്കാൻ സാധിച്ചത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ടീം വർക്കിന്റെ ഭാഗമായിട്ടാണെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ അഭിപ്രായപ്പെട്ടു. ശസ്ത്രക്രിയ വിജയത്തെ തുടർന്ന് നടത്തിയ അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 66 വയസ്സുള്ള ഈ വ്യക്തിക്കുണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ രക്തധമനിയിൽ മേജർ രക്തധമനിയിൽ മഹാധമനി എന്ന് പറയുന്ന അയോർട്ടയിൽ ഉണ്ടായ ഒരു വീക്കം, അത് ശസ്ത്രക്രിയയിലൂടെ അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയിലൂടെ അതിന്റെ വിശദാംശങ്ങളെല്ലാം CTVSന്റെ ടീം ഇവിടെ ഉണ്ട്, അവരത് വിശദീകരിക്കും. അത് ചെയ്യുകയും രോഗി സുഖം പ്രാപിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും അഭിമാനവും ഉള്ള ഒരു നിമിഷമാണ്. അത് ചെയ്യുകയും രോഗി സുഖം പ്രാപിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും അഭിമാനവും ഉള്ള ഒരു നിമിഷമാണ്. അതൊരു സംശയമില്ല. ഹൃദയത്തിൽ നിന്നും തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന പ്രധാന രക്തധമനിയിൽ അപൂർവ വീക്കം ബാധിച്ച കാർത്തികപ്പള്ളി സ്വദേശിയായ പുത്തൻമണ്ണിൽ രണദേവിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം ഡോക്ടർമാർ അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് പുതുജീവൻ സമ്മാനിച്ചത്. കഴിഞ്ഞ ജൂൺ 30-ന് 10 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് രോഗിയുടെ ജീവൻ രക്ഷിക്കാനായത്. ഓപ്പറേഷനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഈ മാസം 16-ന് രണദേവ് ആരോഗ്യവാനായി ആശുപത്രി വിട്ടു. വീക്കം മഹാധമനിയുടെ പ്രധാന ഭാഗത്തായിരുന്നതിനാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തി ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ച് തലച്ചോറിലേക്കും മറ്റ് അവയവങ്ങളിലേക്കുമുള്ള നിയന്ത്രിതമായ രക്തചംക്രമണം ഉറപ്പാക്കുകയായിരുന്നു പ്രധാന വെല്ലുവിളി. 4 മണിക്കൂറോളം ഹാർട്ട് ലങ് മെഷീന്റെ സഹായത്തോടെ ശസ്ത്രക്രിയ വിജയകരമായി നടത്തുകയും വീക്കം വന്ന ഭാഗം നീക്കം ചെയ്ത് കൃത്രിമ രക്തധമനി വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കണ്ടുവരുന്ന അപൂർവ രോഗാവസ്ഥയാണിത്. സ്വകാര്യ ആശുപത്രികളിൽ 15 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ഈ അപൂർവ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായിട്ടാണ് ചെയ്തത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 48 മണിക്കൂർ വെന്റിലേറ്റർ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ നൽകി. പിന്നീട് ബോധം വീണ്ടെടുത്ത രോഗിയെ ICUവിൽ 5 ദിവസം പരിചരിക്കുകയും തുടർന്ന് വാർഡിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു. സർജറിയിൽ ആവശ്യമായ വില കൂടിയ ഉപകരണങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെയാണ് ലഭ്യമാക്കിയതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A ഹരികുമാർ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നതിൽ 80% മുകളിലും പാവപ്പെട്ട ജനങ്ങളാണ്. അതായത് ഹെൽത്ത് കാർഡ് ഉള്ളവരും അല്ലെങ്കിൽ BPL പരിധി വരുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഇതുപോലുള്ള ചികിത്സ ഗവൺമെന്റിന്റെ സഹായത്തിൽ കാസ്പിന്റെ സ്കീമിൽപ്പെടുത്തി ചികിത്സാ സഹായങ്ങൾ കിട്ടുന്നത് വളരെ ഗുണകരമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന വലിയൊരു സഹായമാണ്. അപ്പം ഈ കേസിന് തന്നെ 2.5 ലക്ഷത്തിന് മേളിലാണ് ചികിത്സാ സഹായം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ഒരു കണക്ക് നോക്കിയാൽ ഏകദേശം 2800 പേർക്കെങ്കിലും മുകളിൽ നമുക്ക് കാസ്പിന്റെ ചികിത്സാ സഹായം നൽകിയിട്ടുണ്ട്. ശസ്ത്രക്രിയയിൽ ഡോക്ടർ V സുരേഷ് കുമാർ, KT ബിജു, ഡോക്ടർ ആനന്ദക്കുട്ടൻ, ഡോക്ടർ കൊച്ചുകൃഷ്ണൻ, ഡോക്ടർ വീണ, ഡോക്ടർ ഹരികുമാർ, ഡോക്ടർ ബിറ്റു, ഡോക്ടർ അനാമിക, ഡോക്ടർ ചോങ് തുടങ്ങിയ വിദഗ്ധർ പങ്കാളികളായി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.